മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങൾ പറയുമായിരുന്നു, ലഖദ് അദ്റക്നാ അഖ്വാമൻ മാ കാന അലാ ളുഹ്റിൽ അർളി മൻ അമില മിൻ അമലിൻ യഖ്ദിറൂന അലാ അൻ യഅമലൂഹു ഫിസ്സിർരി ഫയകൂന അലാനിയതൻ അബദാ. നമ്മുടെ മുൻഗാമികൾ ഏതെങ്കിലും ഒരു നന്മ രഹസ്യമായി ചെയ്യാൻ കഴിയുമായിരിക്കെ അത് പരസ്യമായി ചെയ്യുന്ന പ്രശ്നമില്ലായിരുന്നു, പരസ്യമാക്കി ചെയ്യാറില്ലായിരുന്നു. സ്വകാര്യമാണ്, നന്മകൾ സ്വകാര്യമാക്കി ചെയ്യാം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അൽ മുഹദ്ദിസുൽ ഫഖീഹുൽ വരിഉ, അല്ലാഹുവിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു രാത്രി ഖായിമുൻ ബിൽ ലൈലി സ്വായിമുൻ ബിൻ നഹാരി വമുജാഹിദുൻ ഫീ സബീലില്ലാഹ്, രാത്രി നിന്ന് നിസ്കരിക്കുകയും പകലിൽ നോമ്പെടുക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഓടുകയും ചെയ്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന ആലിം പണ്ഡിതനാണ്. യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ മുഖം മൂടി ധരിക്കുമായിരുന്നുവല്ലോ. മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു യളഉൽ ലിസാം, മുഖം മൂടി മാസ്ക് ധരിക്കും, ആളറിയാതിരിക്കാൻ. ആളറിയണ്ട, ഇന്ന് ഞാനാ ചെയ്തത് എന്നാ വിളിച്ചു പറയണം, ഞങ്ങളാണ് അങ്ങനെ പറയല്ലേ, ഞാൻ പറയല്ലേ. നന്മകൾ വിളിച്ചു പറയണ്ട, തിന്മകളാണ് ഒട്ടും വിളിച്ചു പറയണ്ട. നന്മകൾ നമ്മൾ വിളിച്ചു പറയുന്നു, തിന്മകൾ മറച്ചു വെക്കുന്നു. നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ മറച്ചു പിടിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങൾ മറച്ചു വെച്ചേക്കണം. പൊങ്ങച്ചം പറയല്ലേ, ആളുകളോട് കാണിച്ചു കൊടുക്കല്ലേ. മഹാനായ ഇബ്നു അബി ദുനിയ മഹാനവറുകൾ സനദോടുകൂടെ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമുണ്ട്. ഒരു ആലിം അല്ലാമ ഇബ്നു സമ്മ റളിയല്ലാഹു അൻഹു നമ്മുടെ ആത്മസംസ്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ ഈമാനികമായ വ്യക്തിത്വം പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട അടുത്ത ജോലി മുഹാസബത്തുൻ നഫ്സി മുഹാസബതൻ ദഖീഖ, വളരെ സൂക്ഷ്മമായി ശരീരത്തെ വിചാരണ ചെയ്യണം. നമ്മൾ സ്വന്തം ശരീരത്തെ, മറ്റു ജനങ്ങളെ വിചാരണ ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മെ വിചാരണ ചെയ്യാം. അല്ലാമ ഇബ്നു സമ്മദങ്ങളുടെ സംഭവം മഹാനായ ഇബ്നു അബി ദുനിയ തങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി. വിഷയം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു സമ്മദങ്ങൾ കണക്കുകൂട്ടി, എനിക്കെത്ര വയസ്സായി, എത്ര വയസ്സായി കണക്കൂട്ടിയാൽ ഓരോ കൊല്ലം ഓരോ വയസ്സ് കൂടൂല എല്ലാവർക്കും. പെണ്ണുങ്ങൾക്ക് കൂടാറില്ല എന്നാണ് കേട്ടത്. പെണ്ണുങ്ങൾക്ക് തീരെ വയസ്സ് കൂടുന്നില്ല. ഓല എന്നും 22, എന്നും 18ആണ്. 25 വയസ്സുള്ള മോൻ ഉണ്ടാവും. എന്നാലും ഉമ്മ പറയും, എനിക്കിപ്പോൾ 31 ആയിക്കോളൂന്ന് സംശയമാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ, വയസ്സ് മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എന്തിനാ, നമ്മുടെ തൊട്ടടുത്ത് ഒരു അനുഭവം ഉണ്ടായി. ഒരു സഹോദരി അന്ന് നാട്ടിൽ ഈ മറ്റേ ആധാറോ വോട്ടർ പട്ടികൻ്റെ എന്തിൻ്റെ ആവശ്യത്തിന് വയസ്സ് ചോദിച്ച് അഡ്രസ്സ് ചോദിച്ച് വിരക്ക് വന്നതാണ്. അപ്പോൾ അന്ന് കുറച്ച് വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, അല്ല തങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. എത്ര പഠിച്ചു, കാര്യങ്ങൾ അഡ്രസ്സൊക്കെ ക്ലിയറാണ്, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ വിരുന്നേര് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ താത്ത പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞിരുന്നു, നാളെ വരികയെന്ന്. ഞാൻ 54 എഴുതിപ്പോയി. സംഭവം 54 ഇവർക്ക് ആയിട്ടില്ല. എന്നിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീ പറയാൻ, നമ്മളിത് ഓരോരോ വീടും കയറിയിറങ്ങാണ് ഓരോ ദിവസവും. ആ വയസ്സായതാണ് പറഞ്ഞെന്നാൽ പോരെ, എത്ര വയസ്സായി എന്നറിയാൻ വേണ്ടി ഞാൻ നാളെ ഇതേ റൂട്ടിൽ ഇനി രണ്ടാമത് വരണം. ഞാൻ 54 എഴുതി പോയി നിൽക്കണമെന്ന്. അതിൽ തള്ളങ്ങ് പേടിച്ചു. റഹ്മാനായ റബ്ബേ, എനിക്ക് 54 ആയിട്ടില്ലല്ലോ, 44 ആവണല്ലേ ഉള്ളൂ, 10 വയസ്സ് കൂട്ടി എഴുതി പോയത്. അപ്പം എന്തേ, നമുക്ക് വയസ്സ് കൂടുന്നില്ല എന്നാണ് വിചാരിക്കണത്, സംഭവം കൂടുന്നുണ്ട്. നമ്മൾ മരിക്കൂല എന്നാണ് തോന്നുന്നത്, മരിക്കാൻ നേരായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. വയസ്സ് കൂടാതിരിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണം. 33 എന്ന് പറഞ്ഞാൽ അത് 33 തന്നെയാണ്. ഈ 13കാരൻ 12കാരൻ എന്നൊക്കെ പറഞ്ഞ് വേറൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞ് വരസിയ ആൾക്കാരുണ്ട്. വാന മിൻഹും. അന്നൊക്കെ എന്ത് ചെയ്യും, 18 വയസ്സായാലും സംഘാടകർ 14കാരൻ വരുന്നു. ഇവിടെ എനിക്ക് 18 ആയിട്ടുണ്ടാവും, ചിലപ്പോൾ 20 ആയിട്ടും കാണാം, 16കാരൻ വരുന്നു. എന്താ ഇപ്പോൾ ചെയ്യുക? അപ്പോൾ സംഘാടകർക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഈ നുണ പറഞ്ഞാലേ നടക്കുള്ളൂ. 20കാരൻ തന്നെ ആരെയും വരുമോ? അപ്പോൾ അത്ഭുതമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് നുണ പറയണ്ട. നമ്മൾ ഉള്ള വയസ്സ് പറഞ്ഞൂടെ? വയസ്സ് എന്തായാലും കൂടുന്നില്ലേ, ആ കാണുന്ന വയസ്സ് ഇതല്ലേ. അപ്പോൾ മഹാനായ ഇബ്നു സമ്മദങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ 60 വയസ്സായിട്ടുണ്ട്. അല്ലാഹുവേ, 60. നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ് നല്ലയിലായിരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദിന് 63 വയസ്സായ സമയത്ത് 64ലേക്ക് കടന്നപ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വയസ്സ് പായി കഴിഞ്ഞു. ഞാനിപ്പോൾ ആ വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഉസ്താദ് അങ്ങനെ എപ്പോഴും പറയും. അത്
അത്തിപ്പറ്റ ഉസ്താദ് പറയും, പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ജമാഅത്തായിട്ടല്ലാതെ ഒരു നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. പ്രായപൂർത്തിയായിടം മുതൽ എല്ലാ ഫർളും ഞാൻ ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിച്ചിട്ടില്ല. അതൊക്കെ പറയാൻ ധൈര്യം തന്നെ വേണം. അള്ളാഹു അവരുടെയൊക്കെ ആ ഒരു ജീവിതത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ബറക്കത്തായിരിക്കും ഒരു പക്ഷേ അള്ളാഹു നമുക്കൊക്കെ ഇങ്ങനെ ദീനൻ പഠിക്കാനും അറിയാനൊക്കെ അവസരം ഉണ്ടാക്കി തരുന്നത്. ആ മഹാന്മാർക്ക് അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. നമ്മളോടൊപ്പം ഇരിക്കുന്ന മഹത്തുക്കൾ അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നിങ്ങളെല്ലാവരും അൻതും ഖൈറും മിന്നി, നിങ്ങളെല്ലാവരും എന്നെക്കാളും ഖൈറായവരാണ്, ഒരു സംശയമല്ല. നിങ്ങളുടെ ആമീൻ കാരണം നമ്മളിവിടെ പറയുന്ന ദുആഇന് അല്ലാഹു ഉത്തരം തരും. അല്ലാഹു ഉത്തരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്നു സമ്മർ റളിയല്ലാഹു അൻഹു കണക്ക് കൂട്ടി നോക്കുമ്പോൾ 60 വയസ്സായിരിക്കുന്നു. കൃത്യമാണ് 60. ബഹുമാനപ്പെട്ടവർ കൂട്ടി നോക്കി, ഈ 60 വയസ്സെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടായിരിക്കും? അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ അറബ് മാസങ്ങളുടെ കണക്ക് പ്രകാരം 60 വയസ്സാകുമ്പോൾ 21,900 ദിവസം ഉണ്ടാവും. 21,900 ദിവസം ജീവിച്ചിട്ടുണ്ടാവും 60 വയസ്സായാൽ. 60 വയസ്സായവരൊക്കെ ആലോചിക്കുക, 40 ആയാലും അതിൽ കുറച്ചായിട്ടുണ്ടാവും. 21,900 ദിവസം. ബഹുമാനപ്പെട്ടവർ ആലോചിച്ചത് ഇങ്ങനെയാണ്, യാ അല്ലാഹ് 21,900 അല്ല, 21,900 ദിവസം ഞാൻ ജീവിച്ചു. ആ ഒരു ദിവസം ഞാൻ എൻ്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരേ ഒരു തെറ്റ് ഒരു ദിവസം ഒന്ന് ചെയ്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ റെക്കോർഡ് അള്ളാഹു നൽകുന്ന കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ജീവിച്ച ദിവസത്തിൻ്റെ എണ്ണപ്രകാരം ഒന്നുകൂട്ടിയാൽ എനിക്ക് 21,900 പാപങ്ങൾ എനിക്ക് വായിക്കേണ്ടി വരുമല്ലോ റബ്ബേ. ഒരു ദിവസം ഒന്ന് കണക്കാക്കിയാൽ ഞാൻ ഒന്നല്ലല്ലോ റബ്ബേ, ഒരു ദിവസം എത്ര തെറ്റ് ചെയ്ത് കാണും? ഇതെല്ലാം മിനിമം 21,900 ഇതൊക്കെ വായിക്കണ്ടേ റബ്ബേ, ഞാൻ എത്ര ചെയ്ത് കാണും? ഫസ്വറഹ, മഹാനവറുകൾ ഒരു അട്ടഹാസമാണ് ഉണ്ടാക്കിയത്. ഫഖറ മയ്യിത, ആ അട്ടഹാസത്തിൽ വഫാത്തായി പോയ മഹാനാണ് അല്ലാമ ഇബ്നു സമ്മർ റളിയല്ലാഹു തആല. നമ്മളങ്ങനെ ആലോചിക്കാറുണ്ടോ സ്വന്തത്തെ പറ്റി? റബ്ബേ, ഞാൻ എന്ത് ചെയ്തു? എത്ര നന്മ ചെയ്തു? ഞാൻ എത്ര തിന്മ ചെയ്തിട്ടുണ്ട്? അള്ളാഹു എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം ഞാൻ ചെയ്തു കൂട്ടി? നമ്മൾ സ്വയം ഒരു വിചാരണ, ജനങ്ങളെ നമ്മൾ വിചാരണ ചെയ്യാൻ ഒരുക്കമാണ്, മറ്റുള്ളവരെ വിചാരണ ചെയ്യാൻ വലിയ ആവേശമാണ്. പക്ഷെ നമ്മൾ നമ്മെ വിചാരണ ചെയ്യുന്നുണ്ടോ? ഈ സ്വയം വിചാരണ നമ്മുടെ ഈമാനികമായ വ്യക്തിത്വം പടുത്തുയർത്താൻ അനിവാര്യമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറ്റവും അനിവാര്യമായത്, നമ്മുടെ ചർച്ചകൾ അവസാനിപ്പിക്കാറാവുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ത്വലബുൽ ഇൽം, വിജ്ഞാനം അന്വേഷിച്ചുള്ള യാത്രയാണ്. ആലിമീങ്ങൾ പറയും, എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം അള്ളാഹു വെച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ 21-ാം നൂറ്റാണ്ടുകാരന് അള്ളാഹു നൽകുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. നമ്മുടെ മൊബൈൽ ഫോണുകൾ, അതിലെ ഇന്റർനെറ്റ് കണക്ഷൻസ്, നമ്മുടെ PC, നമ്മുടെ ലാപ്ടോപ്പുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, ഇത് ഈ കാലഘട്ടത്തിൽ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു ഉപയോഗിക്കാൻ തന്ന ഏറ്റവും വലിയ ടൂളാണ്, ഏറ്റവും നല്ല ഉപകരണമാണ്. നന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ. മുൻകാലത്ത് പുസ്തകങ്ങളായിരുന്നു, എന്നത് മാറി. പുസ്തകാരെ വായിക്കുന്നത്? പെണ്ണുങ്ങളൊക്കെ പുസ്തകം വായിക്കേണ്ട ഉറക്കം വരാൻ വേണ്ടി. ഉറക്കഗുളിക്ക് പകരം പുസ്തകം വായിച്ചാൽ ഉറങ്ങുന്ന, ഒരു പേജ് അങ്ങോട്ട് വായിച്ചാൽ ഉറങ്ങിപ്പോവും. ആരാ പുസ്തകം വായിക്കണത്? ഒക്കെ കേൾക്കുകയാണ്. വാട്സപ്പ് കേൾക്കുന്നു, ഫേസ്ബുക്ക് കാണുന്നു, യൂട്യൂബ് കാണുന്നു. തന്നെ കാണുക, കേൾക്കുക, വായിക്കുന്നില്ല. അതാണ്. അപ്പോൾ അല്ലാഹു തആല വായിക്കാൻ മടിയായപ്പോൾ കാണാനും കേൾക്കാനുമുള്ള അവസരം ഒരുപാട് തന്നു. എന്നാൽ അത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കുക. നല്ലത് കേൾക്കുക, നല്ലത് കാണുക, അത്ര ചെയ്താൽ പോരെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ അൻത അലമു ബിഹിം വബിനിയാതിഹിം, പടച്ചവനെ നീ അവർക്ക് കൂലി കൊടുക്കണം പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ട് വിജ്ഞാനം തേടണം?
ആ ഒരു വിജ്ഞാനം തേടാനുള്ള യാത്രയിലാണ് നിങ്ങൾ ഇങ്ങോട്ട് ഈ പാലപ്പെട്ടിപ്പാറയിലേക്ക് വന്നിരിക്കുന്നത്. ത്വലബുൽ ഇൽമി, ഇൽമ അന്വേഷിച്ചുകൊണ്ടാണ്, ഇൽമ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തുകൊണ്ട്? ഇന്നൽ മലായികത തളഉ അജ്നിഹതഹാ, മലാക്കമാർ അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. റിളം ബിമാ യസ്ന, പഠിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് താല്പര്യമാണത്രേ. ആകാശലോകം, പറവകൾ, മത്സ്യങ്ങൾ മുഴുവനും യദ്ഉൽ, അവർക്ക് വേണ്ടി തുസല്ലി, അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, ദുനിയാവിലും നാളെ ആഖിറത്തിലും മുഖത്തിന് അല്ലാഹു ശോഭ നൽകും. അല്ലാഹു ശരിയായ വിജ്ഞാനം നൽകിയാൽ, ഇൽമുണ്ടെങ്കിൽ മുഖത്തിന് ശോഭ ഉണ്ടായിരിക്കും. നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകളെ അമുസ്ലിമാണോ അല്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ മുഖത്തൊരു വെളിച്ചം കാണുമല്ലോ. നമ്മൾ എത്ര കറുത്ത ആളാണെങ്കിലും മുസ്ലിമാണോ മുഖത്തൊരു വുളൂവിൻ്റെ വെളിച്ചം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? അങ്ങനെ ഒരു സുഹൃത്ത്, അതിനോട് പറഞ്ഞ സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ. അവർ പറയാൻ, ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായി സലാലയിൽ വെച്ചൊരു മലയാളി, തെക്കൻ ജില്ലയിൽപ്പെട്ട അദ്ദേഹം മുസ്ലിം ആവാൻ കാരണം പറഞ്ഞത്, സിനിമാ ഹാളെന്നൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു, ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആളുടെ മുഖവും ഞാൻ കണ്ടു, രണ്ടും വ്യത്യാസമുണ്ട്. ആ ചെറുപ്പക്കാരൻ ഹിന്ദു ആയിരുന്നു, ഹിന്ദുവിന് ക്രിസ്ത്യാനിയെന്നറിയില്ല, ഇതിനും കൂടെ 26 ഇയേഴ്സ് എങ്ങാനും പ്രായമായിട്ടുള്ളൂ, ചെറുപ്പക്കാരനാണ്. ഗൾഫ് രാജ്യത്ത്, ഒരു രാജ്യത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആരോ നമ്മളെ കൗമപ്പെട്ട ഒരാൾ പാര പണിഞ്ഞു, അവരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ നാട്ടിലാണ്. എന്താ ചെയ്യുക? വലിയ വിഷമാണ്. ഇരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം മുസ്ലിമാവാൻ കാരണം പറഞ്ഞ വിഷയം ഇതാണ്. എങ്ങനെ? സിനിമ കണ്ട് ആസ്വദിച്ച് 2-3 മണിക്കൂറും കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾ ആ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മുഖത്ത് എന്തെന്നില്ലാത്തൊരു കറുപ്പ് കാണുന്നുണ്ട്. നേരെ മറിച്ച് ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന മുസ്ലിമീങ്ങളെ ഞാൻ ശ്രദ്ധിച്ചു, മുഖത്ത് എന്തോ ഒരു വെളിച്ചം. ആ കാരണം കൊണ്ട് മുസ്ലിമായ ചെറുപ്പക്കാരൻ ഒരു മലയാളുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ. ചില വെളിച്ചം അള്ളാഹു കൊടുക്കുകയാണ്, മുഖത്ത് കൊടുക്കും. അത് കറുപ്പ് നിറാണെങ്കിലും വെളുത്ത നിറാണെങ്കിലും ഈമാനിൻ്റെ ഒരു വെളിച്ചം വേറെയുണ്ട്, അത് നമുക്കറിയാൻ പറ്റും. അല്ലാഹു തആല പരലോകത്ത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്, സുജൂദ് ചെയ്തത് കാരണം അല്ലാഹു മുഖങ്ങൾക്ക് ശോഭ നൽകുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു നമ്മുടെ മുഖങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. യൗമ തബിയല്ലു വുജൂഹും വതസ്വദ്ദു വുജൂഹ്. ചില മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ട്, ചില മുഖങ്ങൾക്ക് നാളെ കറുത്ത നിറം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിൽ. എന്നാൽ ഇൽമുള്ള ആളുകൾക്ക് ആ ഇൽമ് ത്വലബത്തുൽ ഇൽമിൽ മുഖ്ലിസീൻ, ഈമാനുള്ള ഇഖ്ലാസോടുകൂടെ ഇൽമു പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് മുഖത്ത് ശോഭയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. نظر الله امرأ سمع مقالتي فوعاها فأداها كما سمعها فرب مبلغ أوعى من سامع. ഹബീബായ നബിയുടെ ഹദീസല്ലേ ഇത്? നല്ലറല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യന് അല്ലാഹു ശോഭ നൽകട്ടെ, പ്രഭ നൽകട്ടെ. സമിഅ മഖാലതി, ഞാൻ പറഞ്ഞ ഹദീസുകൾ കേൾക്കുകയും ഫവആഹ, അത് മനപ്പാഠമാക്കുകയും ഫഅദ്ദാഹാ കമാ സമിഅഹാ, ഞാൻ പറഞ്ഞതായി എങ്ങനെയാണോ കേട്ടത് അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു മുഖത്തിന് പ്രകാശം നൽകട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്കൊക്കെ ആ ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫറുബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഅ, നേരിട്ട് നബിയിൽ നിന്ന് ഹദീസ് കേട്ട് പഠിക്കുന്ന ആൾ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ, ഒരുപക്ഷെ പറഞ്ഞു കൊടുത്ത ആളെക്കാളും കേട്ട ആളുകൾക്ക്, ആർക്കാണോ ഇയാൾ പറഞ്ഞു കൊടുത്തത് അവർക്ക് പറഞ്ഞു കൊടുത്ത ആളെക്കാളും ഓർമ്മശക്തി ഉണ്ടായിരിക്കും. ഞാനൊരു ഹദീസ് പറയുന്നു, ഒരുപക്ഷെ ഞാനത് മറന്നുപോയേക്കും, ചിലപ്പോ 1 കൊല്ലം കഴിഞ്ഞു 2 കൊല്ലം കഴിഞ്ഞ് മറന്നുപോയി. കേട്ടുപോയ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകും പറഞ്ഞ എന്നെക്കാളും. അതുകൊണ്ട് നിങ്ങൾ ഇൽമു പറഞ്ഞു കൊടുക്കണം. പറയുന്നവരെക്കാളും ഓർമ്മശക്തിയുള്ള കേൾവിക്കാരുണ്ടായിരിക്കും. ഏതായിരുന്നാലും ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു മുഖത്തിന് പ്രകാശം നൽകട്ടെ എന്ന് നമ്മുടെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി ഇൽമു പഠിക്കണം. ആ ദുആയിൽ ഹബീബ് പറഞ്ഞില്ല മുഖപ്രകാശം ഉണ്ടാകുമെന്ന്, അതിനു വേണ്ടി ഇൽമു പഠിക്കാൻ ഇറങ്ങ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് മാത്രമല്ല
ഹബീബായ നബി തങ്ങൾ പറയുന്നു, ദീനിന്റെ ഇൽമ്, ഇസ്ലാമിന്റെ ഇൽമ് ആരെങ്കിലും കൊണ്ട് നടക്കുകയാണെങ്കിൽ അവരിൽ അദാലത്തുണ്ട്, തസ്കിയത്തുണ്ട്, അവരെ സംശുദ്ധരാണ്, അവരെ സത്യസന്ധരാണെന്ന് നബി തങ്ങളുടെ സാക്ഷ്യമുണ്ട്. ഇൽമ പഠിക്കുന്ന ആളുകൾ യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലു ينفون عنه تحريف الغالين وانتحال المبتلين وتأويل الجاهلين يحمل هذا العلم പിൻഗാമികളിൽ നിന്ന് ഈ ഇൽമിനെ കൊണ്ടു നടക്കുന്നത് ഉദൂലുഹു അവരിൽ ഏറ്റവും നല്ല ആളുകളാണ്. اللهم اجعلنا منهم آمين. يحمل هذا العلم من كل خلف عدول اللهم اجعل علماءنا وأئمتنا منهم آمين يا رب العالمين. ഈ ഉമ്മത്തിന്റെ ആലിമീങ്ങൾ സത്യസന്ധന്മാരാണ്. ينفون عنه تحريف الغالين وانتحال المبتلين وتأويل الجاهلين. വിവരമില്ലാത്ത ആളുകൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഖുർആനിന്റെ ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ, ഹദീസുകൾ ഓതി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ, ദീനിലില്ലാത്തത് പറയുമ്പോൾ അതെല്ലാം തിരുത്തി കൊടുക്കുന്ന ആലിമീങ്ങൾ സത്യത്തിൽ അവർ സത്യസന്ധരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇൽമു പഠിക്കണമെന്ന് പറയാൻ കാരണം. മഹാനായ ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി തർത്തീബുൽ മദാരിക്കിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ വിവാഹിതനായി തന്റെ അമ്മാവന്റെ മകളെ വിവാഹം ചെയ്തു. അവർക്ക് കുഞ്ഞുണ്ട്. അപ്പോഴാണ് വിജ്ഞാനം നേടാനുള്ള ദാഹം ഖൽബിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ടവർ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇൽമു പഠിക്കാൻ പോവുകയാണ്. ഒന്നുകിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി നിന്റെ വീട്ടിലേക്ക് നീ പൊയ്ക്കോ, അതല്ല ഞാൻ വരുന്നവരെ വീട്ടിൽ കാത്തിരിക്കേണ്ടി വരും. എന്ത് വേണം? ഭാര്യ പറഞ്ഞു, ഞാൻ കാത്തിരിക്കാം. അവർ ത്വലാഖ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു വരുന്നു. തന്റെ ഭാര്യയെ നാട്ടിലാക്കിയിട്ട് അവര് മദീനയിൽ വന്നു. മദീനയിലെ ലോകപ്രസിദ്ധനായ ആലിമാണ് ഇമാമുന മാലിക് ഇബ്നു അനസിൽ മദനി, ഇമാമു ദാരിൽ ഹിജ്റ. യൂഷികു അൻ തുദ്രിബ അക്ബാദുൽ ഇബ്ലി ഇലാ ആലിമി മദീന യത്ലുബൂന ഇൽമ. മദീനയിലെ ഒരു ആലിമിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമെന്ന ഹദീസ് മഹാനായ ഇമാമുന മാലിക് തങ്ങളെ സംബന്ധിച്ചാണെന്ന് ശാഫിഈ ഇമാം അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രഗൽഭനായ ഇമാമിൽ നിന്ന് ഇൽമു പഠിക്കാനാ വന്നത്. അങ്ങനെ രാത്രിയായാൽ ഞാൻ രാത്രിയുടെ അവസാനം സുബഹിയുടെ തൊട്ടു മുമ്പുള്ള നേരത്ത് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് ഞാൻ ചെല്ലും. ഒരു മസ്അല, 2 മസ്അല, 4 മസ്അലകൾ ഞാൻ ചോദിച്ചു പഠിക്കും ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. മാലിക് തങ്ങൾ ഹദീസ് പറയുമ്പോൾ കുളിച്ചു ശുദ്ധിയായി അത്തർ പുരട്ടുന്ന എന്നിട്ടാണ് ഹദീസ് പറയാൻ. സുബ്ഹാനല്ലാഹ്. വേദ പറയൊക്കെ ചെയ്യണേ മിനിമം ഒതുടുക്കെങ്കിലും വേണം. നമ്മൾ അത്രയെങ്കിലും പറയണ്ടേ, മിനിമം ഒതുടുക്കെങ്കിലും വേണം. ഒരുപാട് ഹദീസ് ആയത്തൊക്കെ പറയേണ്ടി വരില്ലേ. മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹദീസ് പഠിപ്പിച്ച മഹാനാണ്. ഞാൻ ആ വാതിലിക്കൽ ചെന്ന് ഇൽമു പഠിക്കും. എന്നിട്ട് അവിടെ ചില ദിവസങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ വാതിലിക്കൽ ചെന്ന് ഒരു ദിവസം കടന്നുറങ്ങി. വാതിലിക്ക് എന്തിനെന്നറിയോ? ഇമാമ് വരുമ്പോൾ ഇൽമു പഠിക്കാൻ, അതിനായി കിടക്കുന്നത്. അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അന്നൊന്നും അലാറൊന്നും ഇല്ലല്ലോ, ബോഡി അലാറമേ ഉള്ളൂ, ശരീരത്തിൻ്റെ അലാറമേ ഉള്ളൂ, അല്ലാത്ത ഒരു അലാറം ഇല്ലല്ലോ. എങ്ങനെ എവിടുന്ന് എണീക്കാൻ? നമുക്ക് സർവ്വ അലാറാണ്. നാട്ടുകാർ മുഴുവൻ എണീറ്റിട്ട് സുബഹിക്ക് എഴുന്നേൽക്കാത്തവരുണ്ട്. അലാറം കൊണ്ടേ അയലോക്കക്കാർ മുഴുവൻ എണീറ്റിട്ടുണ്ട്. ഇവ എഴുന്നേറ്റിട്ടില്ല സ്വന്തം ബെഡെന്ന്. അങ്ങനെ ഉണ്ടാവില്ലേ? അന്ന് അലാറം ഇല്ലാതെ ഇവരൊക്കെ തഹജ്ജുദിന് എഴുന്നേറ്റത്. നമുക്ക് അലാറം ഉണ്ടായിട്ട് എണീക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഇപ്പം എന്തിനാ? നമ്മളെ നല്ല ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, നമ്മളൊക്കെ ഉഷാറാണ്. നമ്മുടെ കാര്യം വളരെ പോക്ക, എൻ്റെ കാര്യം പോക്ക. അല്ലാഹുവേ, അല്ലാഹുമ്മ അസ്ലിഹ്നാ വ അസ്ലിഹ് അൻഫുസനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഞങ്ങളൊക്കെ നന്നാക്കി തരണേ പടച്ചോനെ. വലിയ വിഷമമാണ്. അവിടെ ഇങ്ങനെ വാതിൽക്കലിരുന്നു, അവിടെ ഉറങ്ങിപ്പോയപ്പോൾ മാലിക് ഇമാമിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു കറുത്ത പെൺകുട്ടി, ഒരു അടിമ സ്ത്രീ വന്നിട്ട് കാലുകൊണ്ട് തട്ടിയിട്ട് എഴുന്നേൽക്കടോ എന്ന് പറഞ്ഞു. എഴുന്നേറ്റു. ഇമാമ പള്ളിക്ക് പോയി, നിസ്കരിക്കാൻ വേണ്ടി പോയി. നിന്നെ പോലെ ഉറങ്ങുന്ന ആളല്ല ഇമാം എന്നും ആ പെൺകുട്ടി പറയാണ്. എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അപ്പോഴേക്കും ഇമാം പള്ളിയിലെത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി പറയാൻ, എൻ്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന് 49 വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഈ 49 കൊല്ലത്തിൽ
ഒരു 10-18 കൊല്ലമേ ഞാൻ ബഹുമാനപ്പെട്ടവരെ കാണാതിരുന്നിട്ടുള്ളൂ, ആ വീട്ടിലില്ലാതിരുന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ 49 കൊല്ലത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതവുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോ ഞാൻ അറിഞ്ഞപ്പോ നിസ്കാരത്തിന്റെ വുളു കൊണ്ട് ബഹുമാനപ്പെട്ടവർ സുബ്ഹി നിസ്കരിച്ചിരുന്നത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽ പ്രമുഖനായ 100ഓളം സ്വഹാബിമാരെ കാണാൻ ഭാഗ്യമുണ്ടായ മാലിക് റളിയല്ലാഹു തആല, അവരാ മാലിക് മദ്ഹബിന്റെ ഇമാം. എന്നിട്ട് നമ്മൾ ആൾക്കാർ എന്ത് മദ്ഹബ്, എന്ത് ഷാഫി, എന്ത് ഹനഫി, എന്ത് മാലികി, ഇവരൊക്കെ ആരാന്ന് മിനിമം ബയോഗ്രഫി എങ്കിലും പഠിച്ചാൽ ഇത് പറയാൻ കഴിയില്ല. ഇവരെന്ത് ചെയ്തു എന്ന് പഠിച്ചിട്ട് പറയും, വെറുതെ അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവരൊക്കെ ചെയ്ത സേവനം ചെറുതാണോ? ഇവരൊക്കെ ചെയ്ത ഇജ്തിഹാദില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? എങ്ങനെ ഹദീസ് നമ്മൾ വ്യാഖ്യാനിക്കും? എങ്ങനെ ഫിഖ്ഹിന്റെ നിയമങ്ങൾ കണ്ടെത്തും? ഇമാമുനാ മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് ഇമാമിന്റെ വാതിൽക്കൽ 17 കൊല്ലം ഇൽമു പഠിക്കാൻ കിടന്ന മഹാനാണ് അല്ലാമ ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ 17 കൊല്ലമാണ്. അവർ പറഞ്ഞു, ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല മദീനയിൽ ചെന്നിട്ട്, ഞാൻ കച്ചവടത്തിനല്ല പോയത്, ഹദീസ് പഠിക്കാൻ വേണ്ടി 17 കൊല്ലം ഇമാമിന്റെ വാതിൽക്കൽ ചെന്ന് ഓരോ രാത്രിയിലും 1 ഹദീസ് 2 ഹദീസ് പറഞ്ഞു തരുമ്പോ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന സുബ്ഹിക്ക് മുമ്പുള്ള നേരത്ത് ഞാൻ അവരെന്ന് ഇമാമിനോട് ഹദീസ് ചോദിക്കാൻ പഠിച്ചിരുന്നു. അതിനാ ഞാൻ ചെന്നത്. അങ്ങനെ ഒരിക്കൽ ഇമാമിന്റെ സദസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാമുനാ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഈജിപ്തിൽ നിന്നും ഒരു ഹജ്ജിന് വരുന്ന സൈന്യം കടന്നവൻ. ഹജ്ജിന് വരുന്ന കൂട്ടം ആളുകൾ, ഹുജ്ജാജു ബൈത്തില്ല, ഹജ്ജിന് പോകുന്ന ആളുകൾ, ഈജിപ്തുകാർ. ഇബ്നു ഖാസിം തങ്ങളുടെ നാട് ഈജിപ്താണ്. അപ്പോ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് വന്നതാ, ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് വന്നതാണ്. അക്കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇമാമുനാ മാലിക് എന്നവരോട് ചോദിച്ചു, മൻ ഫീകും ഇബ്നു ഖാസിം, നിങ്ങളിൽ ആരാണ് ഇബ്നു ഖാസിം? മാലിക് തങ്ങൾ പറഞ്ഞു, ദാ അവിടെ ഇരിക്കുന്ന ആളാണ്. ഈ ചെറുപ്പക്കാരൻ നേരെ ചെന്നു. ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് എഴുന്നേറ്റ് നിന്നു. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഉപ്പയുടെ കൈ പിടിക്കുകയും ഉപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തപ്പോ ഇബ്നു ഖാസിം തങ്ങൾ പറയുന്നു, എന്റെ മകന്റെ ഗന്ധം എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ വരുമ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയാണ്. 17 കൊല്ലം കഴിഞ്ഞ് എന്റെ മോനാണ് വന്നിരിക്കുന്നത്, വാപ്പയെ തിരക്കി വന്നിരിക്കുന്നത്. 17 കൊല്ലമായി കാണാത്ത മോനാണിത്. ഫസല്ലമ വആനഖ. ഇങ്ങനെയൊക്കെ ഇത്ര ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അല്ലെ? കുടുംബത്തെ കിട്ടിട്ട് എൽമ പഠിക്കാൻ പോവാൻ മിനിമം ഒരല്പസമയം എൽമ പഠിക്കാൻ ചെലവഴിച്ചൂടെ? കുറഞ്ഞ നേരം പത്രങ്ങൾ ഇങ്ങനെ വായിക്കാൻ, ചാനൽ ചർച്ചകൾ കേട്ട തന്നെ പിന്നെയും കേൾക്കാൻ, ചർച്ചിത ചർച്ചകൾ തന്നെ വീണ്ടും വീണ്ടും. അനാവശ്യത്തിനൊക്കെ സമയമുണ്ട് നമുക്ക്. എൽമിന് ഒരല്പസമയം, നമ്മുടെ ഒരല്പസമയം അങ്ങ് മാറ്റിവെച്ചുകൂടെ? അല്ലാഹുവേ, ഇൽമു പഠിക്കാനുള്ള ഈ ഒരു ജിജ്ഞാസയും ആഗ്രഹവും അഭിലാഷവും ഞങ്ങളുടെ ഖൽബുകളിലേക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാമ ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു റഷ്യക്കാരനല്ലേ? അറബി പോലും അല്ല ഇമാമന ബുഖാരി തങ്ങൾ, റഷ്യക്കാരനാണ്. ബുഖാറയിൽ നിന്ന് സമർഖന്ദിൽ അന്ത്യവിഷമം കൊള്ളുന്ന ബുഖാറക്കാരനായ ഇമാമുന മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു തആല സ്വന്തം ഉസ്താദിന്റെ മുമ്പിൽ അന്ന് 17 വയസ്സുള്ളപ്പോഴാണ് ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വദിത്തു, ഞാൻ കൊതിച്ചു പോകുന്നു, നിങ്ങളിൽ മുതഅല്ലിമീങ്ങളിൽ ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകൾ മാത്രം എടുത്ത് ഒരു ഗ്രന്ഥമുണ്ടാക്കുകയാണെങ്കിൽ, സ്വഹീഹും ദഈഫും മിക്സായി കിടക്കുന്ന കിതാബുകൾ ഒരുപാടുണ്ട്. പക്ഷേ സ്വഹീഹായ ഹദീസ് മാത്രമുള്ള ഒരു കിതാബ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ഗുരുനാഥൻ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങൾ പറഞ്ഞപ്പോഴാ ആമിന ബുഖാരി തങ്ങൾക്ക് 17 വയസ്സാ. നമ്മുടെ കുട്ടികളൊക്കെ ബാറ്റും പിടിച്ച് നടക്കുന്ന സമയം അല്ലേ? കോളേജിലൊക്കെ പോകുന്ന സമയം, ഇപ്പോഴൊക്കെയാണെങ്കിൽ മൊബൈൽ ഫോൺ ഗെയിം കളിച്ച് നടക്കുന്ന സമയം. ഇപ്പോൾ വലിയ വലിയ ആൾക്കാരെ ഗെയിം കളിക്കുക. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലോ ബസ്സിലൊക്കെ കാണാം വലിയ മുത്ത മനുഷ്യന്മാർ, 50-60 വയസ്സായ ആൾക്കാർ അങ്ങനെ ഗെയിം കളിച്ചെടുക്കണം. തസ്ബീഹിൽ ഇരുന്നൂടെ? അള്ളാഹിൻ്റെ ആകാശത്ത് കൂടെയൊക്കെ പോരുന്നത്. അപ്പോൾ ഗെയിം കളിച്ചിട്ട് വലിയ മനുഷ്യന്മാർ. കുട്ടികൾ കളിക്കണം, കളിച്ചോട്ടെ എന്നല്ല ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. വലിയ വലിയ ആൾക്കാർ കളിക്കുമ്പോൾ ഇത് കാര്യം വലിയ വിഷയം തന്നെയാണ് അല്ലേ? 40 കഴിഞ്ഞിട്ടും കുട്ടികളെ നിർത്തിയിട്ടില്ലെങ്കിൽ മരിക്കുമ്പോൾ കലിമ ചൊല്ലാൻ പ്രയാസമായി പോകുന്നു, പേടിക്കണം എന്നാ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
വലിയ വലിയ ആൾക്കാരാണ് കളിക്കുന്നത് ഗെയിം. വീട്ടിലെ ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ ഗെയിം ഡൗൺലോഡ് ചെയ്ത് തരുമോ, ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ അത്ര GB വേണം അല്ലെങ്കിൽ ഡാറ്റ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കന്മാർക്ക് ഫോൺ ചെയ്യുന്നതാണ് കേട്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ 17 വയസ്സുള്ളപ്പോഴാണ് ഇമാമന ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞ കിതാബ് എഴുതുന്നത്, ഹദീസിൻ്റെ ഗ്രന്ഥം എഴുതുന്നത്. അന്നൊരു സ്വപ്നം കണ്ടു ബഹുമാനപ്പെട്ടവർ. നേരത്തെ പറഞ്ഞ സ്വപ്നക്കാരെ പോലെയല്ല, വല്ലാത്തൊരു സ്വപ്നം. എങ്ങനെയെന്നാ, മദീനത്തെ മിമ്പറിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഇരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിമ്പറിൽ തങ്ങളിരിക്കുന്നു, താഴെ ഇരിക്കുന്നു ഇമാമുന ബുഖാരി തങ്ങൾ. റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്ക് ഈച്ച വന്ന് പാറുമ്പോൾ ഇമാമുന ബുഖാരി തങ്ങൾ എഴുന്നേറ്റ് ആ ഈച്ചയെ ആട്ടിക്കൊടുക്കുന്നു. സ്വന്തം ഗുരുനാഥനോട് കഥ പറഞ്ഞു, സ്വപ്നദർശനം പറഞ്ഞു. മഹാനായ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങൾ പറഞ്ഞു, മുഹമ്മദേ, പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്നാണ്. ബുഖാരി ഇമാമിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, വാപ്പയുടെ പേര് ഇസ്മായിൽ. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹിമഹുല്ലാഹ്. ആ മോനോട് പറയാണ്, ഉസ്താദ് പറയുന്നു, മോനെ, നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനം കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നേർക്ക് വരുന്ന ആരോപണങ്ങളെ തട്ടി നീക്കാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് തരും. നിങ്ങൾ ചെയ്യുന്നൊരു കർമ്മം കാരണം. അതാണ് സ്വഹീഹുൽ ബുഖാരി. ഹബീബായ നബി തങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ തടഞ്ഞു നിർത്താൻ സ്വഹീഹായ ഹദീസിത, ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിത എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളുടെ അഭിമാനത്തിന് നീ അതിന് നേരെ വരുന്ന സർവമാന ഈച്ചകളെയും ആരോപണങ്ങളെയും തട്ടിമാറ്റാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരും എന്ന് സ്വന്തം ഗുരുനാഥന്റെ വ്യാഖ്യാനം. അങ്ങനെ തുടങ്ങിയ കിതാബാണ് സ്വഹീഹുൽ ബുഖാരി. ആ ബുഖാരി ഇമാമ് ഇറാഖിലേക്ക് കടന്നു വരുന്നു. ഇറാഖിൽ കടന്നു വരുമ്പോ മഹാനായ ഇബ്നു കസീർ തങ്ങൾ ബിദായ വൻ നിഹായയിൽ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. അവിടെ കാണാൻ കഴിയും ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല എല്ലാ ദിവസവും രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമായിരുന്നു. എന്നിട്ട് വിളക്ക് കത്തിക്കും, ഒരു ഹദീസ് രേഖപ്പെടുത്തും. സ്വഹാബത്തിന്റെ ഒരു റഅയ്, സ്വഹാബത്തിന്റെ ഒരു അഭിപ്രായം, സ്വഹാബത്തിന്റെ ഒരു ഫിഖ്ഹ് രേഖപ്പെടുത്തും. കടന്നുറങ്ങും, വീണ്ടും ഉറക്കത്തിന് ഉണരും, വിളക്ക് കത്തിക്കും. ഇന്നത്തെ പോലെ സ്വിച്ചിട്ടാ കത്തുവോ? കല്ലൊരതിയിട്ട് വേണം ഒരു വിളക്ക് കത്തിക്കാൻ. മുമ്പത്തെ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന ഇടങ്ങേറത്തിനാ. അതിൻ്റെ മുമ്പ് പ്രീ മണ്ണെണ്ണ കാലഘട്ടം ആലോചിച്ച് നോക്കി, കല്ലുരസിയിട്ട് മണ്ണെണ്ണയുടെ മുമ്പുണ്ടായിരുന്ന ആ വിളക്കിൻ്റെ, എന്നിട്ട് ആ വിളക്ക് കത്തിക്കും. അങ്ങനെ ഒരു ദിവസം മിനിമം 20-ലേറെ തവണ ബഹുമാനപ്പെട്ടവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഹദീസ് രേഖപ്പെടുത്തുന്നതും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ടവർ സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകളുടെ മൗലാ അതിനെ സംബന്ധിച്ച് വിവരിച്ചു. 20ഓളം തവണ ഒരു ദിവസം എഴുന്നേൽക്കുന്നു. എന്തിന്? ഹദീസ് രേഖപ്പെടുത്താൻ. ഇമാമുന ശാഫിഈ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പഠനം, ഇൽമ്. ഷാഫി ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഉസ്താദാണ്. അപ്പോൾ ഉസ്താദ് ശിഷ്യന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇമാമുന ശാഫിഈ തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ സിയാറത്ത് ചെയ്യുമായിരുന്നു, കാണാൻ ചെല്ലും. ശിഷ്യനാണ്. അപ്പോൾ ആൾക്കാർ, ഉസ്താദ് എന്തിനാ ശിഷ്യന്റെ വീട്ടിലേക്ക് വരുന്നത്? ഉസ്താദിൻ്റെ അടുത്ത് ശിഷ്യൻ വരലല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ ഷാഫി ഇമാമിൻ്റെ നല്ലൊരു കവിത ഉണ്ട്, എനിക്കിപ്പോൾ അത് ഓർമ്മ വരുന്നില്ല. അതിൻ്റെ ആശയം, ഫഫീ കിൽതൽ ഹാലതൈനിൽ ഫദ്ലു ലഹ്. ഞാൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണാൻ ചെന്നാലും അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്നെ കാണാൻ വന്നാലും ശ്രേഷ്ഠതയും മഹത്വവും അഹ്മദ് ബിൻ ഹംബലിന് തന്നെയാണ് എന്ന് ഗുരുനാഥനായ ഇമാമുന ശാഫിഈ തങ്ങൾ റളിയല്ലാഹു തആല. നല്ല രസകരമായൊരു അനുഭവമുണ്ട്. സമയം കുറേ വൈകി തോന്നുന്നു അല്ലേ? നേരം വൈകി നമ്മൾ നിർത്താനായോ? ആയില്ലേ? ഇങ്ങനൊക്കെ ഉറക്കു വെച്ചിട്ട് സുബഹി കളാക്കി പോയാലേ അതും പറ്റൂല. നീക്കൊന്നും ഉറപ്പില്ലാത്തവർക്കൊക്കെ പോയിക്കോളിട്ടോ, വേഗം പോയി കിടന്നുറങ്ങിക്കോളേ. അധികം നീട്ടുന്നില്ല, ബോറടിക്കണമെന്ന് നിർത്തണം എന്നാണ്. പിന്നെ നമുക്കിപ്പോൾ കുറേ കാലമായിട്ടാണ് നമ്മുടെ ഇത് പാലപ്പെട്ടിപ്പാറയിൽ ഞാൻ ആദ്യമായിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കൈമാറാവുന്ന ഉദ്ദേശങ്ങളൊക്കെ ദുആ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് ബോറടിക്കണില്ലെങ്കിൽ ഒരു 10-20 മിനിറ്റും കൂടി കുഴപ്പമില്ലല്ലോ, ഇൻഷാ അല്ലാഹ്. തിരക്കുള്ളൊരു പോയിക്കോളി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത്, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല. ഒരാൾ എഴുന്നേറ്റ് പോയി എന്ന് വെച്ചാൽ എന്ത് സംഭവം, നിങ്ങളെ പിടിച്ചോണ്ട് വന്നത്, നിങ്ങളായിട്ട് വന്നതല്ലേ, നിങ്ങൾക്കായിട്ട് പോവും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലൊരു വിഷമം വിചാരിക്കേണ്ട. പലർക്കും പല തിരക്കുണ്ടാവും, ഉറക്കൊഴിക്കാൻ പറ്റാത്തവരുണ്ടാവും, ഇപ്പം മരുന്ന് കുടിക്കുന്നവരുണ്ടാവും, മൂത്രമൊഴിക്കാൻ മുട്ടുന്നവരുണ്ടാവും, പലരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട, എനിക്കൊരു വിഷമം തോന്നില്ല. എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് തിരക്കുള്ളൊരു പോയിക്കോളി. നിങ്ങൾ ദുആയിൽ നമ്മൾ നിങ്ങളെ ഓർക്കും ഇൻഷാ അല്ലാഹ്. ഒന്നും വിഷമിക്കേണ്ട ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഈ ഇരുന്നതും കൂടുന്നതും പറയുന്നതും ഒക്കെ അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലെത്താൻ കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ രസമുള്ള വിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് നേരെ സമയമില്ലാത്തതുകൊണ്ട് പറയണില്ല. ഒരു അതിന് പോയിട്ട് സദസ്സിലെ മുഴുവൻ മുതല്ലിമീങ്ങൾ എഴുന്നേറ്റ് പോയൊരു സദസ്സുണ്ടായിട്ടുണ്ട്.
20 കൊല്ലം മുമ്പാണ്. ചെറുപ്പത്തിൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കർണാടകയിൽ സ്ഥലമുണ്ട്, ഞാൻ പേര് എവിടെ പറഞ്ഞതുകൊണ്ട് സ്ഥലത്തിൻ്റെ, എനിക്കറിയാം ഗാ എന്ന് തുടങ്ങുന്ന സ്ഥലം അവസാനിക്കുന്നൊരു ഖായിലാണ്. അപ്പോൾ ഗാ അവസാന ഖ, അത് കർണാടകയിൽ ഞാൻ ആ സ്ഥലത്ത് കൂടെ പോയി. അപ്പോൾ അന്ന് വേള പറയാൻ വേണ്ടി ചെന്നപ്പോൾ അന്ന് സമസ്തയൊക്കെ വിഭജിക്കപ്പെട്ട ആ ഒരു വലിയ തീവ്രതയൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ സദസ്സിൽ റബീഉൽ അവ്വലിലെ വേളാണ്. വേള നടക്കുമ്പോൾ മലക്കുകൾ ഇരിക്കണ പോലെ തലകെട്ടും കെട്ടും ഇങ്ങനെ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഇരിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ ബാക്കിലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 10-20 സഫ് മുത്തഅല്ലിമീങ്ങളാണ്, അവരിവിടെ നിന്നൊക്കെയോ വന്നതാണ്. ആ വേള തുടങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോണ്ട് വരിയായിട്ട് എഴുന്നേറ്റ് പോകണം, സഫായിട്ട്. ആ സദസ്സ് മുഴുവൻ കാലിയായിപ്പോയി. ആ നാട്ടിൽ തന്നെ മനുഷ്യന്മാരില്ല. ഇപ്പോഴും കാടായി കിടക്കുന്ന പ്രദേശമാണ്, മംഗലാപുരത്തിന് ഉള്ളിൽ കിടക്കുന്ന ഈ പ്രദേശം. മനുഷ്യന്മാർ തന്നെ കുറവാണ്. പിന്നെ 10-20 കൊല്ലം മുമ്പത്തെ കഥയല്ലേ. സദസ്സുണ്ട് കാലിയായി. പക്ഷെ നാടന്മാർ പോയില്ല കേട്ടോ, അവർക്ക് ഈ കുശുമ്പൊന്നും അറിയില്ലല്ലോ. അവരവിടെ ഇരുന്നു 2-2.5 മണിക്കൂർ. ഞാൻ വേദം പറഞ്ഞു, കാലി കസേരയാണ്, ബാക്കിൽ കുറേ നാടന്മാരുണ്ട്. മൂലയിരുട്ടാണ് പോയത്. പിന്നെയൊക്കെ മനസ്സിലായി ഒരു വേറെ എന്തോ പാർട്ടിക്കാരാണ്, ഒരു അടങ്ങാറാക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു. എന്നാൽ ആദ്യം പോയാൽ പോരായിരുന്നു. ആ ഇരുന്നിട്ട് ഒരു ഫളീഹത്താക്കുക എന്നുള്ള ലക്ഷ്യം. ഒരിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മഹല്ലിലെ കാളിമാർ ഖത്തീബുമാരൊക്കെ ആയിരിക്കും. അത് വലിയ അത്ഭുതം. 20 കൊല്ലം മുമ്പത്തെ കഥയാണ്. എന്തൊക്കെ നടക്കുന്നുണ്ട് ആ മഹല്ലിൽ നിന്ന് അല്ലാഹു അഅലം. അപ്പോൾ അങ്ങനെ ഒരു എഴുന്നേറ്റ് പോയി വെച്ചിട്ട് എന്തില്ല, നമുക്ക് പ്രയാസമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാര്യമൊന്നും അങ്ങനെയൊന്നും ഒരു വിഷമവും ഉണ്ടാവാറില്ല. ഇൻഷാ അല്ലാഹ് അതൊന്നും വിഷയാക്കണ്ട. അള്ളാഹുവിന് വേണ്ടി നമ്മൾ പറയാം, കേൾക്കുന്നവർ കേട്ടോട്ടെ, അല്ലാത്തവർ ഒഴിവാക്കിക്കോട്ടെ, ഒന്നും പ്രശ്നമില്ല. ഇമാമുന ശാഫിഈ തങ്ങൾ ഒരിക്കൽ പാർക്കാൻ വേണ്ടി വന്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക്. അപ്പം മോള് ഷാഫി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ എപ്പോഴും ദുആരക്കാറുണ്ടെന്നാണ്. ഇമാം അഹ്മദ് തങ്ങൾ തന്നെ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ 6 ആൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഞാൻ ഉറങ്ങാറില്ല. 6 പേരുടെ പേര് പറഞ്ഞ് ദുആരക്കുന്നു. അല്ലാഹുവേ, നിങ്ങളൊക്കെ ദുആ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പേര് പറയാൻ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഈ ഫഖീറിനെ ഓർക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെയൊക്കെ ദുആയിലുള്ള ആ ബന്ധം നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബ്. നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല, പക്ഷെ നിങ്ങളൊക്കെ ഒറ്റക്കൊറ്റക്ക് ദുആരക്കുന്ന കൂട്ടത്തിലൊക്കെ ദുആരക്കുമ്പോഴേ ഇവർക്ക് വലിയ സൗഭാഗ്യമാണ്. എപ്പോഴും ദുആരക്കുന്ന ഇമാമുന ശാഫിഈ തങ്ങൾ അന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല നല്ല ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ഒരുപാട് ഭക്ഷണം കഴിച്ചു ഷാഫി ഇമാം. ഒരുപാടെന്ന് പറഞ്ഞാൽ 1/3 മുഅ്മിനായ മനുഷ്യൻ കഴിക്കുക എന്നാൽ കുറച്ച് കൂടുതൽ കഴിച്ചു എന്നർത്ഥം. അന്ന് രാത്രി ബഹുമാനപ്പെട്ടവർ ഉറങ്ങി എന്ന് വിചാരിച്ചു. സുബഹിന്റെ നേരം ബാങ്ക് കൊടുത്തു. ഇമാമുന ശാഫിഈ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ മോള് പറയണ, വാപ്പാ നിങ്ങൾ വല്ലാണ്ട് പുകഴ്ത്തി പറയുന്ന നിങ്ങളുടെ ഷാഫി ഇമാമല്ല ഇപ്പം ഇന്നലെ വന്നത്. ആ മോളെ, നിങ്ങളുടെ ആ ഉസ്താദ് 3 തെറ്റ് ചെയ്തത് ഞാൻ കണ്ടല്ലോ. 3 തെറ്റ് എന്നല്ല, നിങ്ങളുടെ ആ ഉസ്താദ് ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എന്തേ മോളെ? നമ്മൾ ഇന്നലെ ഭക്ഷണം വെച്ചു കൊടുത്തപ്പോൾ അവരൊരുപാട് ഭക്ഷണം കഴിച്ചല്ലോ. അഖല കസീറ, കുറേ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത്, സുബഹിക്ക് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോകുമ്പോഴേ ഷാഫി ഇമാം ഒളു കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ലല്ലോ ഒളു കൊടുക്കണത്. ഒളു കൊടുക്കാതെയാണല്ലോ നിസ്കരിച്ചത്, സുബഹി നിസ്കരിച്ചത്. പിന്നെ 3, തഹജ്ജുദൊന്നും ഖിയാമുൽ ലൈലൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഉസ്താദിന്. ആ കിടന്ന കിടപ്പ് തന്നെ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റു, എൻ്റെ ഇടക്ക് തഹജ്ജുദ് നിസ്കരിച്ചില്ലല്ലോ. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞു, മോളെ നീ ചോദിച്ചതിന് മറുപടി ഞാൻ ഇമാമിനോട്, ഷേഖിനോട്, ഉസ്താദിനോട് തന്നെ ചോദിക്കട്ടെ. അങ്ങനെ ഷാഫി ഇമാമിനോട് ചോദിച്ചു. ഈ ചോദ്യം എൻ്റെ മോളിങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ പൊരുൾ? ഇമാമുന ഷാഫി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? തുആമുൽ കരീമി ദവാഉൻ ഫഅക്സർതു മിൻ വതുആമുൽ ലഈമി ദാഉൻ. നീചനായ ഒരു മനുഷ്യന്റെ ഭക്ഷണം അത് അസുഖമാണ്. നല്ല മനുഷ്യന്റെ, മാന്യനായ മനുഷ്യന്റെ ഭക്ഷണം അത് മരുന്നാണ്. ഫഅക്സർതു മിൻഹു, ആ മരുന്ന് ഞാൻ ഇന്നലെ നന്നായി കഴിച്ചിട്ടുണ്ട്. കാരണം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ വീട്ടിൽ ഹലാലല്ലാത്ത ഭക്ഷണം ഉണ്ടാവില്ല. നല്ല സാത്വികനായ മനുഷ്യനല്ലേ. അങ്ങനെ ഒരു ഹലാല് കണ്ടാൽ ഞാൻ നന്നായിട്ട് ഇന്നലെ ഭക്ഷണം കഴിക്കാൻ കാരണം അതാണ്. കാരണം പലരുടെയും ഭക്ഷണം ഹലാലായിക്കൊള്ളുന്നില്ല. ഹലാല് കിട്ടുമ്പോൾ അത് ദവാഉൻ, മരുന്നാണ്. ആ മരുന്ന് ഞാൻ നന്നായി കഴിച്ചു ഇന്നലെ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ഉറങ്ങണ്ടേ? ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലത്തെ കടത്തത്തിൽ എനിക്ക് ഹദറലി 62 മസ്അല, 62 ഖുർആനിന്റെ മസ്അലകൾ എനിക്ക് ഇന്നലത്തെ കടത്തത്തിൽ ഓർമ്മ വന്നു. 62 മസ്അലകൾ ഞാൻ പഠിച്ചെടുത്തു ഇന്നലെ. എൻ്റെ ഇശാഇന്റെ വുളു മുറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതേ വുളുവോടുകൂടെ ഞാൻ സുബഹി നിസ്കരിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല. ഇവരാണ് മദ്ഹബിന്റെ ഇമാമീങ്ങൾ. അവരൊക്കെ ഇൽമിന് ചെയ്ത സേവനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അള്ളാഹു അത്തരം ഇൽമുമായുള്ള അടുപ്പവും ബന്ധവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് വന്നിട്ട് കുറെ കാലം പുറത്തേക്ക് വരാതിരുന്നപ്പോൾ അന്വേഷിച്ചു ചെന്നിട്ടുണ്ട് കൂട്ടുകാർ. നോക്കുമ്പോൾ വസ്ത്രമില്ല, ഒരൊറ്റ ഡ്രസ്സേ ഉള്ളൂ, അത് കീറിപ്പറഞ്ഞിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ വസ്ത്രമില്ല. അങ്ങനെ ബഗ്ദാദിൽ ഏതാനും ചില കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് ചില ദിർഹമുകൾ വാങ്ങിച്ചിട്ട് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു. എന്നിട്ടാ പിന്നെ ഹദീസിന് വേണ്ടി പുറത്തിറങ്ങിയത്. വസ്ത്രമില്ലായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ എത്രയോ ഉലമാഇനെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവേ, ഇൽമിന് വേണ്ടി വലിയ ത്യാഗം ചെയ്ത ഒരു സംഭവമുണ്ട് മുഅ്മിനീങ്ങളെ. സമയം വൈകിയാണെങ്കിലും ഞാനത് പറയട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ആലിമീങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഇമാമുന ദഹബി റളിയല്ലാഹു അൻഹു സൈർ അഅ്ലാമിൻ നുബലായിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. സ്പെയിനിൽ, അൻദുലസ് എന്ന് പറഞ്ഞ സ്പെയിൻ അല്ലേ, സ്പെയിനിന്റെ വളരെ പ്രഗത്ഭനായ പണ്ഡിതൻ ബഖീ ഇബ്നു മുഖല്ലദ് റളിയല്ലാഹു തആല സ്പെയിനിൽ നിന്ന് ഹദീസ് പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് വരികയാണ്. ബഗ്ദാദിലേക്ക് ഇന്നൊക്കെ ഇൽമ പഠിക്കാൻ എത്ര സൗകര്യമാണ്. കേസറ്റായിട്ടും ലൈവായിട്ടും അല്ലാതെയും CD-കളായിട്ടും യൂട്യൂബായിട്ടും ഫേസ്ബുക്കായിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്, വാട്സപ്പിലൂടെ ഒക്കെ. അന്ന് അതൊന്നും ഇല്ലല്ലോ, ചെന്ന് പഠിക്കുന്ന വേണ്ടേ. സ്പെയിനിൽ നിന്ന് നടന്നു വന്നു. സ്പെയിനിൽ നടക്കാൻ കഴിയില്ല, അതിനിടക്ക് കടലിടുക്കുണ്ട്. നമ്മുടെ പസഫിക്കിലേക്ക് കടക്കുന്ന മെഡിറ്ററേനിയൻ കടലിന്റെ കടലിടുക്കുണ്ട്. ജബൽ താരിഖ് എന്ന കടലിടുക്ക്, ജിബ്രാൾട്ടർ എന്ന് പറയുന്ന കടലിടുക്ക്, അത് ബോട്ട് കടന്നിട്ട് നടന്നിട്ട് വന്നു ബഗ്ദാദിലേക്ക്. നോക്കണം, അൾജീരിയയിലൂടെ, മൊറോക്കയിലൂടെ, ലിബിയയിലൂടെ വന്ന് ഈജിപ്തിലൂടെ നടന്നു വരണം എങ്ങോട്ട്, ഇറാഖിലേക്ക്. അത്രയും വലിയ ത്യാഗം ചെയ്ത മഹാപണ്ഡിതനാണ് ബഖീ ഇബ്നു മുഖല്ലദ് റളിയല്ലാഹു തആല. അങ്ങനെ ഇറാഖിലേക്ക് വന്നു നിൽക്കുമ്പോഴാണ് അറിയുന്നത് ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു ബന്ധിയാൻ. ബഹുമാനപ്പെട്ടവരെ വീട്ടുതടങ്കലിലാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഖുർആനിക വിഷയത്തിൽ, ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ചർച്ചയിൽ മഹാനവർ പറഞ്ഞു ഖുർആൻ സൃഷ്ടിയല്ല. ആ സമയം മഹാനായ ബഖീ ഇബ്നു മുഖല്ലദ് റളിയല്ലാഹു അൻഹു ഇമാമുടെ വീട് അന്വേഷിച്ചു വന്നു. ചോദിച്ചു, ഇമാം അവറുകളെ, ഗരീബുൻ ജാഅക യത്ലുബു മിൻകൽ ഹദീസ്, ഹദീസ് പഠിക്കാൻ വേണ്ടി വന്ന ഒരു വിദേശിയാണ് ഞാൻ. എവിടുന്നാ വരുന്നത്? സ്പെയിനിൽ നിന്ന്. യാ അല്ലാഹ്, മാഷിയൻ ഹാഫിയൻ, ചെരുപ്പില്ലാതെ നടന്നിട്ടാ വന്നത് സ്പെയിനിൽ നിന്ന്. സ്പെയിനിൽ നടന്നു വന്നു. നമ്മളൊക്കെ പഴയ കാലത്ത് നടന്ന് ഹജ്ജിന് പോകുന്നവരില്ലേ, നടന്നു വന്നു സ്പെയിനിലേക്ക്. സ്പെയിനിൽ നിന്ന് ഇറാഖിലേക്ക് നടന്നു വന്നു. പറഞ്ഞു, ഇമാമേ, ഇമാമറോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ ഈ വരാന്തിയിലേക്ക് കയറി നിൽക്കിൻ, എന്നോട് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ലെന്നും ശിഷ്യഗണങ്ങൾ എൻ്റെ കൂടെ നിൽക്കാൻ പാടില്ലെന്നും ഞാൻ ആരോടും വഅദ് പറയാൻ പാടില്ലെന്നും ഇവിടുത്തെ ഭരണാധികാരി ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോവണം. ഞാൻ പോവേ, ഞാൻ ആകെ വന്നത് നിങ്ങൾ ഇൽമ പഠിക്കാനാ. ഞാനൊരു അഭിപ്രായം പറയട്ടെ. എന്താ? എനിക്ക് നിങ്ങൾ ഇൽമ പഠിക്കണം. ഇത് ലോക ചരിത്രത്തിൽ അത്യപൂർവമായൊരു സംഭവമാണ്. ബഖീ ഇബ്നു മുഖല്ലദ് റഹിമഹുല്ലാ പറയാൻ, ഞാൻ നിങ്ങളുടെ ഹദീസ് പഠിക്കാം. എങ്ങനെ പഠിക്കുന്നു? ഞാനൊരു യാചകനെ പോലെ വരും. വടികുത്തി പിടിച്ചിട്ട്, കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്, എന്നാൽ എൻ്റെ മഷിയും പേനയും എൻ്റെ കൈക്കുമ്പിളിൽ മറച്ചു പിടിച്ച് ഞാൻ വരും. നിങ്ങളുടെ വാതിൽക്കൽ വന്നിട്ട് ഞാൻ പറയും, ഇൻഷാ അല്ലാഹ്, അൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും, വല്ലതും തരണേ എന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക. ഒരു ഹദീസോ 2 ഹദീസോ പറയാ, ഞാനത് വേഗം എഴുതിയെടുക്കും. കാണുന്നവർ വിചാരിക്കും യാചകന, എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം, നാളെ ഞാൻ വരും. ഇങ്ങനെ ഓരോ ദിവസവും യാചകന്റെ വേഷം കെട്ടി ഞാൻ വരാം, നിങ്ങൾ ഹദീസ് പഠിപ്പിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെയുണ്ട് ഇൽമിന്റെ ആഗ്രഹം. അങ്ങനെ വർഷങ്ങളോളം നിന്ന് 300 ഹദീസ് പഠിച്ചു മഹാനായ ബഖീ ഇബ്നു മുഖല്ലദ് റളിയല്ലാഹു അൻഹു. 300 ഹദീസ്. യാചകനായിട്ട് ചെന്നിട്ട് വല്ലതും തരണേ, എന്നിട്ട് ഹദീസ് പറഞ്ഞു കൊടുക്കും, അത് എഴുതിയെടുത്തിട്ട് പോരും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ത്യാഗം ചെയ്തു. എന്തുകൊണ്ട്? അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമല്ലോ. മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ഈ സദസ്സിലേക്ക് വന്നത് കാരണം അല്ലാഹുവിന്റെ ഇൽമ കരഗതമാക്കാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുജാലസത്തുസ് സ്വാലിഹീൻ അവസാനിപ്പിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ മുഴുവൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇൻഷാ അല്ലാഹ് 2 കാര്യം കൂടെ പറഞ്ഞോട്ടെ, 2 പറഞ്ഞോട്ടെ ഇൻഷാ അല്ലാഹ്. 4 ഉണ്ട്, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആവാം. മുജാലത്തുസ് സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂടെ നിൽക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സജ്ജനങ്ങൾ സുഹൃത്തുക്കളാവുക, നല്ല കൂട്ടുകാർ
കൂട്ടുകാർക്കൂടെ, നല്ല കൂട്ടുകാരികൾ നമ്മുടെ പെൺകുട്ടികൾക്ക്, നല്ല കൂട്ടുകാർ നമ്മുടെ ചെറുപ്പക്കാർക്ക്, നാടെന്നെ നന്നാവില്ലേ? എന്തിന് പോലീസും പട്ടാളമൊക്കെ വരണം? നാട്ടുകാരെ നന്നാക്കാൻ നാട്ടുകാരെ തന്നെ കഴിയില്ലേ? മുജാലസത്തു സ്വാലിഹീൻ. ഇമാമുന അഹ്മദ് തങ്ങളെ സംബന്ധിച്ച് തന്നെ പറയട്ടെ, ഖലീഫത്തുൽ മഅ്മൂൻ, മഅ്മൂൻ രാജാവ് പോലും ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ക്രൂരമായി ശിക്ഷിക്കാൻ ഉത്തരവിട്ട ആളായിരുന്നു. കാലുകളിൽ ചങ്ങലകൾ ബന്ധിച്ചിരുന്നു. ഇത്രയും ത്യാഗം, ഒരുപാട് വലിയ ത്യാഗം ചെയ്ത മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. ആ സമയം ബഹുമാനപ്പെട്ടവരെ വധിക്കുമെന്ന് വരെ ഒരു തരം പ്രചാരണമുണ്ടായപ്പോ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ കൂട്ടുകാർ വന്ന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഖാദിം വന്നു പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ്, അല്ലയോ ഇമാം അവറുകളെ, മഅ്മൂൻ രാജാവ് വാൾ ഊരിപ്പിടിച്ചിരിക്കുകയാണ്, മുമ്പൊരിക്കലും ഊരിപ്പിടിച്ചിട്ടില്ലാത്ത വിധം. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ് എന്ന് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം അവറുകളെ, അള്ളാഹുവിനെ വിചാരിച്ചിട്ട് ചോദിക്കട്ടെ, നിങ്ങളെങ്ങാനും അയാൾ പറയുന്ന ആശയത്തോട് യോജിക്കുകയാണെങ്കിൽ ലോക മുസ്ലിമീങ്ങൾ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കണേ. വേലക്കാരൻ കൊടുത്ത ഉപദേശം. നല്ല കൂട്ടുകാരൊരു വിഷയത്തിലേക്ക് വരുമ്പോഴേ നല്ല സാരോപദേശം കിട്ടും. മഹാനായ അബൂ ജഅഫർ അൽ അംബാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അഹ്മദ് തങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോ, മഅ്മൂൻ അല്ല വധിച്ചത്, ഇമാമുടെ മരണം സ്വാഭാവിക മരണമാണ്. പക്ഷേ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോ ഞാൻ നദി കടന്ന്, യൂഫ്രട്ടീസ് നദിയും കടന്ന് ഇക്കരയിലേക്ക് വന്നു. മഹാനായ ഇമാമുന അബൂ ജഅഫർ അൽ അംബാരി റളിയല്ലാഹു അൻഹു എന്നിട്ട് ഞാൻ സലാം പറഞ്ഞിട്ട് പറഞ്ഞു, യാ ഇമാം അവറുകളെ, അൻതൽ യൗമ റഅസ്, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, നിങ്ങൾ വഴിതെറ്റല്ലേ, നിങ്ങൾ രാജാവിന്റെ ആശയത്തോട് യോജിക്കല്ലേ. അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ആശയം വിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല എന്നാണെങ്കിൽ അത് സൃഷ്ടിയാണ് എന്ന് പറയുന്നവരോട് നിങ്ങൾ യോജിക്കല്ലേ ഇമാമേ. ഫവല്ലാഹി ലഇൻ അജബ്ത ഇലാ ഖൽഖിൽ ഖുർആൻ ലയുജീബന്ന ഖൽഖുൻ കസീർ. ഒരുപാട് ആളുകൾ ആ തെറ്റായ വിശ്വാസം കൊണ്ട് നടക്കും. ഇതിന് യൂഫ്രട്ടീസ് നദി കടന്ന് തന്റെ മറ്റൊരു കൂട്ടുകാരൻ വരുന്നു. മഹാനവറുകൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ റഹ്ബയിലേക്ക് എത്തിയപ്പോഴാണ് ഒരാൾ കടന്നു വരുന്ന, ഒരു മനുഷ്യൻ, സാധാരണക്കാരൻ. അയ്യുക്കും അഹ്മദ് ഇബ്നു ഹംബൽ, ആരാണ് അഹ്മദ് ഇബ്നു ഹംബൽ എന്ന് ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇതാ അഹ്മദ് ഇബ്നു ഹംബൽ. യാ ഹാദാ മാ അലൈക അൻ തുഖ്തല ഹാഹുനാ വതദ്ഖുലൽ ജന്ന. മഅ്മൂനിന്റെ കൊട്ടാരത്തിൽ വെച്ച് നിങ്ങൾ മരിക്കുകയും സ്വർഗ്ഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം കേട്ടോ. നിങ്ങൾ ഒരിക്കലും മടിയറവ് പറയരുത്. വേറൊരാൾ വന്ന് ഉപദേശിക്കുന്നു. വേറെ ഒരാൾ, ഒരു അറാബി വരുന്നു. യാ ഹാദാ, അല്ലയോ ഇമാം അവറുകളെ, ഇന്നക വാഫിദുൻ നാസി ഫലാ തകുൻ ശുഅമൻ അലൈഹിം. നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് മോശപ്പേരുണ്ടാക്കരുതേ. അവര് പറയുന്നതിന് മറുപടി കൊടുക്കല്ലേ. ഇമാമുന അഹ്മദ് തങ്ങൾ പറയുന്നു, എന്റെ ഗുണകാംക്ഷകൾ എന്നെ ഉപദേശിക്കുകയായി. അതിലേറ്റവും ഗംഭീരമായ ഉപദേശം ഒരു അറാബി എന്നോട് വന്ന് പറഞ്ഞതാണ്. അറാബി പറഞ്ഞു എന്നോട് എത്രയും മനോഹരമായൊരു വാക്ക്, യാ അഹ്മദു, അഹ്മദ് എന്നവരെ, സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മരണം ഷഹാദത്താണ്, നിങ്ങളുടെ മരണം രക്തസാക്ഷിത്വമാണ്. അങ്ങനെ മരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മാന്യമായ ജീവിതമാണ് നയിക്കുന്നത് എന്നോട് പറഞ്ഞപ്പോ എന്റെ ഈമാൻ അങ്ങ് വർദ്ധിച്ചു എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല. എന്തുകൊണ്ടാണ് ഇതൊക്കെ? സജ്ജനങ്ങൾ കൂടെ ഉണ്ടാകുമ്പോ നല്ല സാരോപദേശം ഉണ്ടാകും. അപ്പോൾ നന്മയിലേക്ക് ഒരു ഉന്മേഷം വരും. സ്വന്തം കൂട്ടുകാരോട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ നല്ല സാരോപദേശം, നല്ല ഉപദേശം. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ ഉപദേശിക്കുന്നവരുണ്ട്. സ്വന്തം ഉമ്മയോട് വാപ്പയോടൊക്കെ കയർത്തിട്ട് കൂട്ടുകാർ വന്ന് കുട്ടികളെ ഇറക്കി കൊണ്ടുപോവുക. ജന്മം നൽകി പോറ്റ് വളർത്തിയ ഉമ്മാൻ്റെ വാപ്പാൻ്റെ മുമ്പിൽ പെൺകുട്ടിക്ക് 10-18 വയസ്സാകുമ്പോൾ ചെറുപ്പക്കാർ വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, അവളെ പുതിയാപ്പള ഞങ്ങളുടെ കൂട്ടുകാരനാണ്. ഇതിന് നിൽക്കല്ലേ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, അതിനല്ല. അത് പിശാച് ചെയ്യൂലേ, നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കല്ലേ. നല്ല കൂട്ടുകാരെ കൊണ്ട് നല്ല സാരോപദേശം.
അവരിലൂടെ നന്മയിലേക്ക് വരാൻ കഴിയും. കൂനൂ മഅസ്സാദിഖീൻ, സജ്ജനങ്ങളുടെ കൂടെയാവണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അവസാനമായി പറയട്ടെ, അത്തദബ്ബുറു ലികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ ആഴത്തിൽ പഠിക്കുകയും അല്ലാഹുവിനോട് അടുക്കുകയും ചെയ്യണമേ. ദുആ ഒരു കാരണമാണ്. അല്ലാഹുവിനോടുള്ള അടുപ്പം നമ്മുടെ വ്യക്തിത്വം നന്നാവാനുള്ള കാരണമാണ്. ഒരൊറ്റ സംഭവം മാത്രമേ പറയാനുള്ളത്. ഇസ്ലാം മദീനയിൽ കടന്നു വന്ന ഉടനെ ഒരു സ്ത്രീ തന്റെ ഭർത്താവുമായൊരു കശപിശ, ഭർത്താവ് വലിയ ദേശത്തിലാണ്, ദേഷ്യപ്പെട്ടുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, അൻസി അലയ്യ കളുഹരി ഉമ്മി. മുലാഹറത്ത് എന്ന് ഫിഖ്ഹിൽ പറയും. നീ എൻ്റെ ഉമ്മയെ പോലെയാണ്, ഉമ്മയുടെ മുതുകു പോലെയാണ് നീ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നീയും ത്വലാഖായി എന്നാണ് അവരുടെ ആശയം. അങ്ങനെയാണ് ഇസ്ലാമിൽ അതിൽ കഫാറത്തുണ്ട്. അതിൻ്റെ പ്രതിവിധികളൊക്കെ നമ്മുടെ ഫുഖഹാ വിവരിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ കേസെത്തുകയാണ്. പെണ്ണോടി വന്നു, ഏ മനുഷ്യ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനും നിങ്ങളും ഇനി മുതൽ അന്യരാണ്, നമ്മൾ കാണാൻ പറ്റൂല. എന്തേ? നിങ്ങൾ പറഞ്ഞ ത്വലാഖിന്റെ വാക്കാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനോട് പോയി പറയട്ടെ എന്ന് ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു, ഹബീബിന്റെ വീട്ടിലേക്ക് വരുന്നു. നമ്മൾ ഓർക്കണമേ, നമ്മുടെ മനസ്സിലെ ചെറിയ ചെറിയ വാക്കുകൾ പോലും, നമ്മുടെ വിസ്പറിംഗ് പോലും, നമ്മൾ മൂളി പറയുന്നത് പോലും, മനസ്സിനുള്ളിൽ പറയുന്നത് പോലും കേൾക്കുന്നവനാണ് വിശുദ്ധമായ ഖുർആൻ ഇറക്കി തന്ന അല്ലാഹു. ഇങ്ങനെ അത് മനസ്സിലായത്. ഹബീബിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ വീട്ടിലേക്ക് ഈ സഹോദരി കടന്നു വന്നു. നബിയുടെ വീടെന്ന് പറഞ്ഞൊരു റൂമാണ്. നബിയുടെ വീട് ഒരു റൂമാണ്. ആ റൂമിന്റെ മധ്യത്തിൽ ഒരു മറ വിരിക്കും. നബിയെ ആരെങ്കിലും കാണാൻ വന്നാൽ ആ മറയുടെ ഇപ്പുറത്ത് നബിയുണ്ട്, ഇപ്പുറത്ത് റൂമിന്റെ മൂലയിൽ ആയിഷ ബീവി ഇരിക്കും റളിയല്ലാഹു അൻഹാ. നബിയോട് ചോദിക്കാൻ വരുന്ന ആള് ആ പകുതിയിൽ ഒരു മൂലയിലിരിക്കും. നബി തങ്ങൾ ഇവിടെ ചോദിക്കാൻ വന്ന ആൾ അവിടെ, ആയിഷ ബീവി മൂലയിൽ, നടുവിൽ ഒരു മറ. ഇതാ നബി തങ്ങളുടെ വീട്. നമുക്ക് ലിവിംഗ് റൂം ഉണ്ട് അല്ലേ, ഡൈനിങ് റൂമുണ്ട്, പെണ്ണുങ്ങൾക്ക് വേറുണ്ട്, ആണുങ്ങൾക്ക് വേറുണ്ട്, ബെഡ്റൂം വേറുണ്ട്. അതൊന്നുമില്ല, ഒറ്റ റൂം, ഗുർഫ. അതുകൊണ്ടാണ് ഹുജറാത്തുൻ നബി എന്നൊക്കെ പറയാൻ കാരണം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്തറുഹും ലാ യഅഖിലൂൻ. ആ ഒരു റൂമിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. എന്താ ചർച്ച? ആ പെണ്ണ് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, അകലമാലി, എന്റെ സമ്പത്ത് മുഴുവനും അയാൾ തിന്നവനാണ്. സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ അല്ലെ. അകലമാലി, എന്റെ സമ്പത്ത് തിന്നവനാ നബിയെ. വാഫിന ശബാബി, എന്റെ യൗവനം നശിപ്പിച്ച ആളാണ് ഇയാൾ. എന്താ ഭർത്താവിനെ പറ്റിയ പറയണത്? എന്റെ യൗവനമൊക്കെ നശിപ്പിച്ചു. നസറതു ലഹു ബത്നി, എന്റെ വയറ് ഞാൻ അയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ അയാളുടെ മക്കളെ ഞാൻ ഗർഭം ധരിച്ചു, കുട്ടികൾക്ക് ജന്മം നൽകി. ഹത്താ ഇദാ കബറത് സിന്നി, എനിക്ക് പ്രായമാവുകയും എന്റെ മക്കൾ വൻഖതഅ വലദി, എനിക്ക് ഗർഭം ധരിക്കാൻ പറ്റാത്ത പ്രായമാവുകയും ചെയ്തപ്പോ അയാൾ എന്നെ ത്വലാഖ് ചൊല്ലി നബിയെ, ളാഹറ മിന്നി, ളിഹാർ ചെയ്തു, എന്നോട് പറഞ്ഞു, അൻതി അലയ്യ കളഹരി ഉമ്മി എന്ന് പറഞ്ഞു. എപ്പോ? എന്റെ യൗവനൊക്കെ കഴിഞ്ഞു നബിയെ. ഇയാൾ എന്നെ ഒഴിവാക്കി എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകോ? ഇല്ല. എനിക്ക് മക്കൾ ജനിച്ചു ഇയാളിൽ നിന്ന്, എന്റെ സമ്പത്ത് ഇയാളെ നശിപ്പിച്ചു, എന്റെ യൗവനം മുഴുവൻ കഴിഞ്ഞു, ഇനിയിപ്പോ എന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ അറാകി ഇല്ലാ ഖദ് ഹറംതി അലൈഹി, നിങ്ങളും അവരും തമ്മിൽ ഇനി മുതൽ ഹറാമാണ്. അത് നിങ്ങളുടെ ഭർത്താവല്ല, നിങ്ങളും അവരും ഇനി അന്യപുരുഷനാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ലീ മിൻ ഹുസ്ബിയത്തുൻ സിഗാർ, എനിക്ക് ചെറിയ മക്കളുണ്ട് നബിയെ. അയാളിൽ നിന്ന് ആ മക്കളെ ഈ ഭർത്താവിനെ ഏൽപ്പിച്ചാൽ എന്റെ മക്കള് കേടുവരും നബിയെ. അയാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഞാനും അയാളും പിരിയുകയാണെങ്കിൽ, ആ മക്കളെ ഞാൻ എന്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ, എന്റെ മക്കൾക്ക് തിന്നാനുള്ള ഭക്ഷണം പോലും എന്റെ വീട്ടിൽ നബിയെ, അവർ പട്ടിണി കിടന്നു മരിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റൂമിന്റെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്ന ഞാൻ, ഈ വർത്തമാനം എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനിത് കേട്ടിട്ടില്ല. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, സൂറത്തുൽ മുജാദല, തർക്കം എന്നർത്ഥം വരുന്ന മുജാദല സൂറ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. സ്വന്തം ഭർത്താവിനെ സംബന്ധിച്ച് നബിയെ നിങ്ങളോട് പരാതി പറയുന്ന പെണ്ണിനെ അല്ലാഹു കേട്ടിരിക്കുന്നു നബിയെ. യസ്മഉ തഹാവുറകുമാ, നിങ്ങളും ആ പെണ്ണും സംസാരിക്കുന്നത് അല്ലാഹു കേൾക്കുന്നു നബിയെ. ഇന്നല്ലാഹ സമീഉൻ ബസീർ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആകാശലോകം എത്ര ദൂരെയാണെന്നറിയുമോ? ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം 500 കൊല്ലത്തെ ദൂരമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 500 കൊല്ലം നമ്മുടെ ഫ്ലൈറ്റിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പോയാലാണോ, അല്ല വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ പോയാൽ കിട്ടുന്ന 500 കൊല്ലാണോ എന്ന് പറയാൻ പറ്റൂല എന്നാ ചില സയൻറ്റിസ്റ്റുകളൊക്കെ പറയാറുണ്ട്. ഖുർആനിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആലിമീങ്ങൾ പറയും, സൂര്യപ്രകാശത്തിൻ്റെ വേഗതയിൽ നമ്മൾ സഞ്ചരിച്ചാൽ 500 കൊല്ലെടുക്കും ഈ പ്രപഞ്ചത്തിൻ്റെ അറ്റത്തിലേക്ക് എത്താനെന്ന് പറയും. ഒരു അഭിപ്രായമാണ്. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. നമ്മുടെ ഫ്ലൈറ്റൊക്കെ മണിക്കൂറിൽ 850-900 കിലോമീറ്ററൊക്കെ പോകുന്നത്, പാസഞ്ചർ ഫ്ലൈറ്റുകൾ. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ഒന്നാം ആകാശത്തേക്ക് എത്താൻ 500 കൊല്ലം വേണ്ടി വരുന്ന. പക്ഷെ ഭൂമിയിൽ അപ്പോഴേക്ക് 200 കോടി കൊല്ലം കഴിയുന്നതാണ്. അത് രണ്ട് അവിടുത്തെ സമയം വേറെയാണ്, ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ട്. ഇരിക്കട്ടെ, ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടുന്ന് 500 കൊല്ലത്തെ ദൂരമുണ്ട്. ഒന്നാം ആകാശത്തിൽ നിന്ന് 2ലേക്കുണ്ട് 500 കൊല്ലത്തെ വഴിദൂരം. 2-ന്ന് 3ലേക്കുണ്ട് 500 കൊല്ലത്തെ വഴിദൂരം. ഓരോ ആകാശത്തിൻ്റെയും കട്ടിയും 500 കൊല്ലത്തെ വഴിദൂരമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്നാണ് ഈ വഹി വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എവിടുന്നാ ജിബ്രീൽ അലൈഹി സ്വലാം ഈ വഹയുമായി വരുന്നത്? വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ സംഭാഷണം അല്ലാഹു കേൾക്കുന്നു നബിയെ എന്ന് പറഞ്ഞ ആ സംഭാഷണം ഒരു കർട്ടന്റെ ഇപ്പുറത്ത് റൂമിന്റെ മൂലയിൽ ഇരിക്കുന്ന ആയിഷ ബീവി കേട്ടിട്ടില്ല റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി പറഞ്ഞു, ഞാനത് കേട്ടില്ല. അല്ലാഹു പറയുന്നു, നബിയെ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. ഭർത്താവിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞ ആ പെണ്ണിന്റെ കഥ അല്ലാഹു കേൾക്കുന്നുണ്ട് നബിയെ, അല്ലാഹു കേൾക്കുന്നുണ്ട്. അല്ലാഹുവിനോട് പരാതി പറയുകയാണ്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങൾ സംസാരിക്കുന്നത് അല്ലാഹു കേൾക്കുന്നുണ്ട്. ഇന്നല്ലാഹ സമീഉൻ ബസീർ. എവിടെന്നാണ് അല്ലാഹു കേൾക്കുന്നത്? ഭൂമിക്കപ്പുറത്ത് 7 ആകാശങ്ങൾ. ഭൂമിയിൽ നിന്ന് 1ലേക്ക് 500 കൊല്ലം. ഒന്നാം ആകാശം 2ലേക്ക് 500, 2-ൽ നിന്ന് 3ലേക്ക് 500, 4ലേക്ക് 500, 5ലേക്ക് 500, 6ലേക്ക് 500 കൊല്ലം, 7ലേക്ക് 500 കൊല്ലം. ഇതിനിടയിൽ ഓരോ ആകാശത്തിൻ്റെയും സംഖ്, അതിൻ്റെ ഭാരം 500 കൊല്ലമാണ്. അതിനപ്പുറത്താണ് അർശ്. ആ അർശിൽ നിന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പ്രദേശത്താണ്. അള്ളാഹുവിന്റെ മഖ്ലൂഖായ സർവമാന സൃഷ്ടികൾക്കും അതീതമായിട്ടാണ് അലൽ അർശി ഇസ്തവാ, അള്ളാഹുവിന്റെ അധികാരം കിടക്കുന്ന, അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത്. അവിടെ നിന്ന് ആയിഷ ബീവിയുടെ റൂമിൽ അള്ളാഹുവിന്റെ റസൂലും ആ മഹദിയും റളിയല്ലാഹു തആല അൻഹയും ഒരു കർട്ടന്റെ മറവിൽ നിന്ന് ഇപ്പുറത്ത് സംസാരിക്കുമ്പോൾ കർട്ടന്റെ ഇപ്പുറത്ത് റൂമിന്റെ മൂലയിലിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭാഷണം മുഴുവൻ കേട്ടിട്ടില്ല. അത് ആര് കേട്ടു? അല്ലാഹു ജല്ല ജലാലു കേട്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹദി റളിയല്ലാഹു തആല പറയുകയാ, തബാറകല്ലദീ വസിഅ സമഉഹു അസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികൾക്കപ്പുറത്ത് നിന്ന് കേൾക്കുന്നവനെ അല്ലാഹുവേ, വകുല്ല ശൈ, എല്ലാ വസ്തുക്കളും കേൾക്കുന്നവൻ. ലഖദ് സമിഅഹാ മിൻ ഫൗഖി സബ്ഇ സമാവാത്. ആ 7 ആകാശങ്ങൾക്കപ്പുറത്ത് വെച്ച് അല്ലാഹു ഈ റൂമിൽ നടക്കുന്ന സംസാരം കേൾക്കുകയുണ്ടായി. വമാ സമിഅ്തുഹാ, ഞാനത് കേട്ടില്ലല്ലോ. വമാ ബൈനി വബൈനഹാ ഇല്ലൽ ഹിജാബ്, എന്റെയും ഈ സംസാരത്തിന്റെയും ഇടയിൽ ഒരു തുണിയുടെ മറയല്ലാതെ ഒരു കടുത്ത ചോരുമല്ല, ചുമരു പോലുമല്ല ഉള്ളത്.
ചുമരല്ല ഉള്ളത്, ഒരു കർട്ടനാണ്, തുണിയുടെ മറ. എന്നിട്ട് ഞാൻ കേൾക്കാത്തത് ഏഴാകാശങ്ങൾക്കപ്പുറത്തുനിന്ന് കേൾക്കുന്നവനെ, ഹയ്യും ഖയ്യൂമുമായവനെ അല്ലാഹുവേ. ആ റബ്ബിന്റെ സംസാരമാണ് വിശുദ്ധമായ കലാം, അല്ലാഹുവിന്റെ ഖുർആൻ. റബ്ബ് കേൾക്കുകയാണ്. മെല്ലെ പറഞ്ഞാലും കേൾക്കും, ഉറക്കെ പറഞ്ഞാലും കേൾക്കും. സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മുടെ നാടുകളിലൊക്കെ അമുസ്ലിമീങ്ങളൊക്കെ, എനിക്കറിയാം ഈ പറമ്പിൽപ്പീടിയ പ്രദേശത്തൊക്കെ അമുസ്ലിങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയയാണ് അല്ലെ വാക്ക വിസ്താദെ? പരിസരത്തൊക്കെ ഉണ്ട്. എത്രയോ വളരെ സ്നേഹത്തിലും അടുപ്പത്തിലും നല്ല ബന്ധത്തിലും കഴിയുകയാണ്. മെല്ലെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അള്ളാഹു കേൾക്കും. മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ കേരളീയ മുസ്ലിമീങ്ങളുടെ സമാധാനത്തിനും നമ്മുടെ വളരെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, നാടുകളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നാഗ്രഹിച്ച്, സമാധാനം ആഗ്രഹിച്ച് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ തങ്ങൾ അവറുകൾ എന്തു പറഞ്ഞു? നമ്മൾ എന്ത് ചെയ്യണ്ട? മൈക്കുകളിലൂടെ ഉറക്കെ സ്വലാത്തും ദിക്റും എന്തും മുസ്ലിമീങ്ങൾ അല്ലാത്തവർ താമസിക്കുന്ന മേഖലകൾ, പരിസരത്ത് രോഗികളും പ്രയാസമുള്ളവരും ഉറക്കം വരാത്തവരും പ്രായമുള്ളവരും വേദന കൊണ്ട് പുളയുന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രയാസമാകത്തക്ക രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണ്ട? ഉറക്കെ. ചിലർക്ക് അങ്ങനെ തന്നെ ഹോബിയാണ്, മൈക്കിൽ വിടുക. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓഫാക്കി കൂടെ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തും ദിക്റും പള്ളിയിൽ നിന്ന് ചൊല്ലിക്കോ, അകത്തുനിന്ന് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ അഖദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മ, പിന്നെ അവിടെ ആകെ പ്രശ്നമായി. അങ്ങനെ ചെയ്യല്ലേ, അള്ളാഹു കേൾക്കുന്നവനാണ്. പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മൈക്കല്ലാതെ പറഞ്ഞാലും മൈക്കയിൽ പറഞ്ഞാലും അള്ളാഹു കേൾക്കുന്നവനാണ് അല്ലേ? ഒരു പ്രശ്നത്തിൽ ഒരു നാട്ടിൽ ഒരാൾക്കും കുഴപ്പമില്ല, നിങ്ങൾ വെച്ചോളി, കുഴപ്പമില്ല. ഒരാൾക്കും ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ഇത് ഭാരതമാണ്, ഇന്ത്യയാണ്. ഒരുപാട് മതവിശ്വാസികളും മതമില്ലാത്തവരും ഒക്കെ ജീവിക്കുന്ന നാടാണ്. നമുക്ക് 5 നേരം ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്? മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് പറയുമ്പോൾ നമ്മൾ അറിയുന്നത് മൈക്കി പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു കേൾക്കും അല്ലേ? നമുക്ക് ബാങ്ക് വിളിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ചെറുതാണോ? വലിയ സൗഭാഗ്യമല്ലേ? എത്ര പള്ളികളാണ് ഒരുമിച്ച് ഒറ്റക്കങ്ങോട്ട് ബാങ്ക്, ഒരു സമയം എത്ര ബാങ്കാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ അന്യ മതവിശ്വാസികൾ നമ്മളെ പൊറുക്കണില്ലേ, നമ്മളോട് സഹിക്കുന്നില്ലേ? അപ്പം എന്ത് ചെയ്യരുത്? മണിക്കൂറുകളോ രാത്രി പാതിരാവോളം. ഇപ്പം നമ്മൾ ഈ വാത് പോലും അതിൽ പെടുമ്പോൾ എന്ന് എനിക്ക് പേടി തോന്നുകയാണ്. ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് സമയക്രമങ്ങളൊക്കെ നൽകുന്നത്. ഏതായിരുന്നാലും നമ്മുടെ നാടുകളിൽ എല്ലാ ആഴ്ചകളൊക്കെ നടക്കുന്ന സ്വലാത്തോ ദിക്റൊക്കെ പല നാടുകളിലും പല പള്ളികളിലും വെച്ച് നടക്കും. അപ്പോൾ അതിലൊക്കെ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ, എന്നാൽ നമ്മുടെ ഹുതാഫും നമ്മുടെ വിളിയും നമ്മുടെ മനസ്സിൽ പറയുന്നത് പോലും 7 ആകാശങ്ങൾക്കപ്പുറന്ന് കേൾക്കുന്ന അള്ളാഹുവാണ് നമ്മുടെ യജമാനൻ. അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് മെല്ലിയും പറയാം, ഉറക്കൊക്കെ പറയാം. ഇതിനൊന്നും പ്രയാസമല്ല. സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ നോക്കിയിട്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് നമ്മൾ അടുക്കുകയും ദുആഇന് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും, പ്രത്യേകിച്ച് രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞ് സുബ്ഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം, വദുബറ കുല്ലി സ്വലാ, ഫർള് നിസ്കാരങ്ങളുടെയും സുന്നത്ത് നിസ്കാരങ്ങളുടെയും ശേഷം നമ്മൾ ചെയ്യുന്ന ദുആകൾ, അതിനൊക്കെ അല്ലാഹു തആല ഉത്തരം നൽകാൻ എളുപ്പമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുആകളിൽ ഓർക്കുകയും റഹ്മാനായ റബ്ബ് നമ്മെ ഇത്രക്കും അടുത്ത് കേൾക്കുന്ന ഒരുത്തനാണെന്ന ഓർമ്മയിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അടുത്തറിയുകയും പഠിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലും വ്യക്തിത്വത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, അറിവുകൾ ഉണ്ടാകുന്നത്